ഒരാൾ ആക്രമിക്കുമ്പം അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അപ്പുറത്തുള്ളത് ചെയ്യേണ്ടത് അതിന് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയാതെ എനിക്ക് കമൻ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് സത്യമാണ് എങ്കിൽ അത് വളരെ നിർഭാഗ്യകരമാണ് എന്നേ പറയാനുള്ളൂ. ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ തരത്തിലുള്ള പ്രതീക്ഷയല്ല ചില പേജുകൾ അത് ആരെങ്കിലും സംരക്ഷിക്കാനായിരിക്കും ഒഴിവാക്കിയിട്ടുണ്ടാവുക. സർക്കാരിൻ്റെ കയ്യിൽ നിന്നും അല്ലാതെ വേറെ ആരെയാണ് നമുക്ക് സമീപിക്കാൻ പറ്റുക? പ്രതീക്ഷ എന്ന് വെച്ചാൽ ഇപ്പം കണ്ട ഈ 4.5 വർഷത്തെ സ്റ്റാഗ്നേഷൻ അത്ര നമ്മളെ പ്രതീക്ഷയ്ക്ക് മങ്ങൽ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പോഴും പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷനൊന്നുമില്ല. നമുക്ക് ഇത് തന്നെയേ ഉള്ളൂ ഓപ്ഷൻ. ആരാണോ അധികാരത്തിലുള്ളത്, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയല്ല ഓരോ സമയത്തും കാണാൻ പോയിട്ടുള്ളത്. നമ്മൾ പോയി പരാതി കൊടുക്കുന്നത് ഒരു ഓഫീസിലാണ്. അത് ഇച്ഛാശക്തിയുള്ള ഒരു പേഴ്സണാണ് അവിടെ ഇരിക്കുന്നത് എങ്കിൽ അവർ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടെ അതിനെന്തെങ്കിലും നടപടി എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ നമ്മളോട് തന്നെ, അതായത് WCC ഇത്രയൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ തന്നെ വായിക്കുന്നുണ്ട്. അതിൽ മൊഴി കൊടുത്ത സ്ത്രീകളൊക്കെ ശരിക്കും അവർ ജീവൻ തന്നെ ഇത് വെച്ചിട്ട് പറഞ്ഞ മൊഴികളാണ്. അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ അപ്രോച്ച് ചെയ്യാത്തത് വളരെ പ്രിവിലേജ്ഡ് ആയിട്ട് ഇപ്പോഴും മിണ്ടേണ്ടതില്ല എന്നുള്ളത്, ദാറ്റ് ഇറ്റ്സ് ഓക്കെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ഓക്കെ അല്ല. ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഓക്കെ. അവിടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇതേപോലെ പോവുകയോ ചോദിക്കുകയോ ചെയ്യാത്തത് വളരെ കഷ്ടമാണ്, ഖേദകരമാണ്. ഈ വലിയ ആൾക്കാർ എല്ലാത്തിനെ പറ്റിയും പറയാറുണ്ടല്ലോ, ഉദ്ഘാടനങ്ങൾക്ക് വരാറുണ്ടല്ലോ. ഇങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കേണ്ടെന്നാണ് സിനിമയിൽ ആരും, പ്രബല സ്ഥാനത്തിരിക്കുന്ന ആരും കമൻറ്റ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന ശുഷ്കാന്തി അവരെ നേരെ കാണിക്കണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. അവിടെ മൊഴി കൊടുത്തത് WCC മാത്രമൊന്നുമല്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രൈം എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റിന് തന്നെയാണ്. അതിൻ്റെ കൂടെ WCCക്ക് ഇതുകൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. നമ്മളും പോകുന്നേ ഉള്ളൂ. എപ്പോഴും ഈ ബോൾ നമ്മളെ കോർട്ടിൽ വന്നിട്ട് WCC എന്ത് ചെയ്യുന്നു, ഒരു വിധത്തിൽ അതൊരു കോംപ്ലിമെൻ്റ് ആണ്. കാരണം നമ്മളത് കൂടുതൽ ഉത്തരവാദിത്വപ്പെടുത്തുകയും ആ പേര് നിങ്ങൾക്ക് പ്രതീക്ഷ ചുറ്റുമുള്ളവർക്ക് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് ആശ്വാസമാണെങ്കിലും അത് ഭയങ്കര ഓവർ ബർഡനിങ് ആണ്. നിങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, ഇതും WCCനെ എന്ത് ചെയ്യും? നിയമപരമായിട്ട് നിങ്ങൾ നീങ്ങുമോ? നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദികളല്ലേ? അതിൽ ഇത്ര വലിയ പണം ചിലവാക്കിയിട്ടല്ലേ, നിങ്ങളുടെയൊക്കെ ടാക്സ് മണി കൊടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്? നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുണ്ടല്ലോ. നിങ്ങളെല്ലാവരും, പ്രത്യേകിച്ച് മീഡിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരു പൊട്ടൻഷ്യൽ സിനിമ മേക്കർ ആണല്ലോ, ഫിൽം മേക്കേഴ്സ് അല്ലേ എല്ലാവരും. ഒരുവിധപ്പെട്ട ക്യാമറ കയ്യിൽ പിടിക്കുന്നവരോ എഴുതാൻ കഴിവുള്ളവരോ ഉള്ളിൽ സിനിമ ക്യാരി ചെയ്യുന്നവർ തന്നെയാണ്. നിങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ഉത്തരവാദിത്വം. അതെന്തിനാണ് എപ്പോഴും WCC തന്നെ എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നത്? നമുക്ക് ഈ സർക്കാരിനല്ല, ഈ തവണത്തെ കേരള റിപ്പോർട്ട് ഇത്രയും വൈകിയതിലുള്ള നിരാശ ദീദി ദാമോദരൻ പങ്കുവെക്കുന്നു, വിമർശനം ഉയർത്തുന്നു. പക്ഷേ ഇപ്പോഴും ഒരു ഓപ്ഷൻ സർക്കാർ തന്നെയാണ് എന്നുള്ള കാര്യം ദീദി ദാമോദരൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വെട്ടിമാറ്റപ്പെട്ടതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യത്തിന് അത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള പ്രതികരണം ദീദി ദാമോദരൻ നടത്തുകയാണ്.